ശ്രീ എസ് സുകുമാരൻ നായർ. തിരുവനന്തപുരം നഗരത്തിൽ കിള്ളിയാറിന്റെ തീരമായ വലിയശാലയിൽ ശ്രീ ശങ്കരപിള്ളയുടെയും ശ്രീമതി രുക്മിണി അമ്മയുടെയും മകനായി 1931 ജനിച്ചു. അച്ഛൻ ശ്രീ ശങ്കരപിള്ള തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന ഫയൽവാനും നാടക നടനുമായിരുന്നു. ശ്രേഷ്ഠ കലാകാരനായ അദ്ദേഹം സദാരാം എന്ന നാടകത്തിലെ സദാരാം എന്ന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയതോടൊപ്പം സദാരാം ശങ്കരപിള്ള എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. അക്കാലത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിച്ചിരുന്ന ഗർല ഇടതു കൈകൊണ്ട് എടുത്തു വീശി കാണികളെ അമ്പരപ്പിച്ചതോടെ ഗർല ശങ്കരപിള്ള എന്നും അറിയപ്പെട്ടു. അങ്ങനെയുള്ള അച്ഛന്റെ മകനായി പിറന്ന ശ്രീ എസ് സുകുമാരൻ നായർ സർഗവാസനകൾ കൊണ്ട് അനുഗ്രഹീതനാണ്. കുട്ടിക്കാലം മുതൽ കലാരംഗത്ത് സജീവമായിരുന്നു. 22-ാം വയസ്സിൽ ഹിന്ദി അധ്യാപകനായി തുണ്ടത്തിൽ മാധവവിലാസം ഹൈസ്കൂളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മാധവവിലാസം ഹൈസ്കൂളിനെ പറ്റി പറയുമ്പോൾ അതിന്റെ സ്ഥാപകനായ ശ്രീ വർത്തൂർ എ മാധവൻ പിള്ള എന്ന വലിയ മനുഷ്യനെ നന്ദിപൂർവ്വം സ്മരിക്കാതെ വയ്യ. 1950 വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി വിശാലമായ ഉൾക്കാഴ്ചയിൽ ഈ സരസ്വതി ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചതോടെ തുണ്ടത്തിൽ ഗ്രാമം പ്രശസ്തി ആർജിച്ചു. ഒപ്പം ആശുപത്രി, വായനശാല, പോസ്റ്റ് ഓഫീസ്, ചന്ത ഇങ്ങനെ ജനജീവിതത്തിന് അനിവാര്യമായതെല്ലാം ഈ ഗ്രാമത്തിൽ സ്ഥാപിക്കാൻ അദ്ദേഹം മറന്നില്ല. പ്രൗഢമായ ആ വ്യക്തിത്വത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. ശ്രീ സുകുമാരൻ നായർ തികഞ്ഞ ഗാന്ധിയനും ദേശസ്നേഹിയുമാണ്. ഗാന്ധിജിയുടെ ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താനും അതിലൂടെ വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിൽ നടത്താനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. മാധവവിലാസം ഹൈസ്കൂളിലെ ആദ്യത്തെ ഹെഡ്മാസ്റ്ററും സ്കൂളിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയുമായ ശ്രീ ചിറയിൻകീഴ് ഗോപാലപിള്ള സാറിനെ മനസ്സാ ഗുരുവായി വരിച്ച് ശ്രീ എസ് സുകുമാരൻ നായർ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മകനെ പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു. ആ പാത പിന്തുടർന്ന് പിന്നീട് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ, പ്രത്യേകിച്ചും കലാപ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് ശ്രീ സുകുമാരൻ നായരായിരുന്നു. തുണ്ടത്തിൽ സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങൾ നാടിന്റെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കലാപ്രവർത്തനങ്ങളെപ്പറ്റി പരാമർശിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് നാടകം എന്ന ജനപ്രിയ കലാരൂപത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. കാഞ്ചനസീത എന്ന പുരാണ നാടകം ശ്രീ സുകുമാരൻ നായരുടെ കലാവൈഭവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ആ നാടകം സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുക മാത്രമല്ല, അതിന്റെ രംഗസജ്ജീകരണം, മേക്കപ്പ്, കോസ്റ്റ്യൂം, കർട്ടൻ, കിരീടങ്ങൾ, ആഭരണങ്ങൾ ഇങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിരുന്നു. എത്രയോ മാസങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ആ നാടകം. അതുപോലെ മാർത്താണ്ഡവർമ്മ എന്ന നാടകം സംവിധാനം ചെയ്യുകയും അതിൽ ഭ്രാന്തൻ ചാന്നാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അഭിനയ പാടവം തെളിയിക്കുകയും ചെയ്തു. ആ നാടകത്തിനു വേണ്ടി ശ്രീ സുകുമാരൻ നായർ തയ്യാറാക്കിയ രംഗസജ്ജീകരണം അന്നത്തെ പ്രശസ്ത നാടക ട്രൂപ്പായ കലാനിലയത്തെ വെല്ലുന്നതായിരുന്നു. പിന്നീട് സ്കൂളിലെ അധ്യാപകരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പഴശ്ശിരാജ എന്ന ചരിത്ര നാടകം അവതരിപ്പിച്ചു. ധാരാളം നാടകങ്ങൾ അവതരിപ്പിക്കുകയും അഭിനയിക്കുകയും ചെയ്ത വലിയ നാടകകാരന് പ്രണാമം. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിലും സാമൂഹ്യ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം എന്നും ആ സാന്നിധ്യം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഏവർക്കും എൻ്റെ സ്നേഹാദരവോടുകൂടിയുള്ള നമസ്കാരം. എന്നെ ഈ നിലയിലാക്കിയ എനിക്ക് ഏറ്റവും വേണ്ടത്തക്ക എൻ്റെ ഗുരുസ്ഥാനത്തും സാറ് ഗോപാലപിള്ള സാറിനെ ഞാൻ അത്യാദരവോടുകൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. കാരണം എന്നിൽ ഉറങ്ങിക്കിടന്ന സകല കഴിവുകളും പുറത്തെടുത്ത് എന്നെ ഈ ഞാനാക്കി തീർത്തത് സാറിൻ്റെ ഒറ്റ കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടു നടന്ന് എന്നെ ഈ നിലയിലാക്കി. 2 സഹോദരങ്ങളായിട്ട് ഞാൻ ടീച്ചറായിരുന്നപ്പോൾ, ഒന്ന് ഹെഡ് മാസ്റ്ററായിരുന്ന അപ്പുക്കുട്ടൻ നായർ സാറും ഗോപിനായൻ സാറും 2 വശത്ത് ചുരുക്കി പറഞ്ഞ് അവർ ഞങ്ങൾ 3 സഹോദരങ്ങളെ പോലെ പെരുമാറിയിരുന്നു.
എൻ്റെ കഴിവ് മുഴുവൻ പ്രയോഗിക്കുവാൻ ഈ വിദ്യാലയം സഹായിച്ചു. ഞാനാക്കി തീർത്തത് ഗോപാലു സാറാണ്. അദ്ദേഹത്തിന് എന്നും ഞാൻ ആദരവോടുകൂടി ഓർമ്മിക്കുന്നു. എനിക്ക് ഇന്നിവിടെ ഒരു ബഹുമാനിക്കാൻ സന്ദർഭം വന്നത് എന്തോ ദൈവഹിതമായിരിക്കാം. എൻ്റെ ജീവിതം ധന്യമാക്കി തീർത്ത ഭഗവാനോട് എനിക്ക് അങ്ങേറ്റത്തെ നന്ദിയുണ്ട്. നമസ്കാരം.